അല്പസമയം മുമ്പാണ് ഞാൻ യാത്ര ചെയ്യുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് അത് ദില്ലിയിൽ നിന്ന് ജമ്മു വഴി ഉധംപൂരിലേക്ക് പോകുന്ന ട്രെയിനാണ്. ഈ ഉധംപൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ ട്രെയിൻ പൂർണ്ണമായി തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് വന്നിരിക്കുന്നത്. അതായത് ആദ്യം ചെയ്തത് ഇതിന്റെ വിൻഡോ ഷെയ്ഡുകൾ, അതായത് നമുക്കറിയാം ഈ വന്ദേ ഭാരത് ട്രെയിനുകളുടെയൊക്കെ തന്നെ ഈ പുറത്തേക്ക് ആളുകൾക്ക് കാഴ്ചകൾ കാണുന്നതിനായി വലിയ ജനാലകളുണ്ട്. ആ ജനാലകൾക്ക് പുറത്ത് വിൻഡോ ഷെയ്ഡുകളുണ്ട്. ഈ വിൻഡോ ഷെയ്ഡുകൾ വളരെ വേഗം ജീവനക്കാരെത്തി അണയ്ക്കുകയായിരുന്നു. അതിനുശേഷം തൊട്ടു പിന്നാലെ വിൻഡോ ഷെയ്ഡുകൾ അടയ്ക്കണം എന്ന നിർദ്ദേശം എഞ്ചിൻ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തു. തൊട്ടു പിന്നാലെയാണ് ഈ ട്രെയിനിലെ മുഴുവൻ ലൈറ്റുകളും അണച്ചിരിക്കുന്നത്. അതായത് ഏതാണ്ട് 15 ബോഗികളുള്ള ട്രെയിനാണ് ഇത്. അതിൽ വളരെ കുറച്ച് യാത്രകൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ സഞ്ചരിക്കുന്ന ഈ ബോഗിയിൽ ഇവിടുത്തെ ജീവനക്കാരും, അതായത് ട്രെയിനിലെ ജീവനക്കാരും ഒപ്പം തന്നെ ഞാനും നമ്മുടെ ക്യാമറമാൻ റോണിയും മാത്രമേ യാത്രക്കാരായിട്ടുള്ളൂ. ബാക്കി ഏതാണ്ട് ഒരു 10-ൽ താഴെ യാത്രക്കാർ മാത്രമാണ് ഈ 15 ബോഗികളിലായിട്ട് ഉള്ളത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ മുഴുവൻ ലൈറ്റുകൾ ഇപ്പോൾ അണച്ചിരിക്കുന്നത്. ഇപ്പോൾ ആകെയുള്ളത്, എനിക്ക് വരികയാണെങ്കിൽ റോണി കുറച്ചുകൂടി ഇങ്ങോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണാം ഈ ഇതിലെ സ്ക്രീനുകൾ, പ്രത്യേകിച്ച് അടുത്ത സ്റ്റേഷൻ എവിടെയെന്ന് കാണിക്കുന്ന സ്ക്രീനുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലെ യാത്രക്കാർ അതായത് ഇതിലെ വെളിച്ചം എന്ന് പറയുന്ന ഈ സ്ക്രീൻ മാത്രമായി ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ബ്ലാക്ക് ഔട്ട് വന്നതോടുകൂടിയാണ്, അതായത് ബ്ലാക്ക് ഔട്ട് വരികയും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണിത്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്നത് കത്തുവയിലേക്കാണ്. കത്തുവ ജില്ല പൂർണ്ണമായി തന്നെ, ആ മേഖല പൂർണ്ണമായി തന്നെ ബ്ലാക്ക് ഔട്ടിലേക്ക് പോയി എന്നുള്ളതാണ് അല്പസമയം മുമ്പ് വിവരങ്ങൾ വരുന്നത്. മാത്രമല്ല ഈ ട്രെയിൻ പോകുന്നത് വൈഷ്ണോദേവി ഭാഗത്തേക്കാണ്, കട്രയിലുള്ള വൈഷ്ണോദേവി ടെമ്പിൾ ഭാഗത്തേക്കാണ് പോകുന്നത്. അത് തൊട്ടു മുമ്പുള്ള സ്റ്റേഷനാണ് ഉധംപൂർ എന്ന് പറയുന്നത്. ഉധംപൂരിൽ നിന്ന് വൈകുന്നേരം ഡ്രോണുകൾ കണ്ടതായി പറയപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇതിന്റെ നീക്കം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ട്രെയിനിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ കാര്യമായി യാത്രക്കാരൊന്നും തന്നെ ഇല്ല. കാരണം ഈ ട്രെയിനിലെ ലൈറ്റുകൾ ഏതാണ്ട് എല്ലാം തന്നെ, ഇപ്പോൾ ഞാൻ മറ്റൊരു ബോഗിയിലേക്ക് കടക്കുകയാണ്, ഈ ലൈറ്റുകളെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ അടച്ചിരിക്കുന്നു. അല്പസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് കത്തുവ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുറത്തേക്ക് കാണിക്കാൻ വയ്യ, കാരണം ഈ ഭാഗത്തേക്കുള്ള ഈ കത്തുവ മേഖലയുള്ള മുഴുവൻ ലൈറ്റുകളും ഇപ്പോൾ പൂർണ്ണമായി തന്നെ അണച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുറത്തെ ലൈറ്റുകളൊന്നും തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കില്ല. എന്തായാലും ഈ അടുത്ത ബോഗിയിലേക്ക് വന്നാൽ പോലും ഇവിടെ എല്ലാം തന്നെ പൂർണ്ണമായും തന്നെ ആളുകൾ ഒഴിഞ്ഞു നിൽക്കുന്ന വളരെ കുറച്ച് പേർ മാത്രമാണ് ഈ ബോഗികളിലെല്ലാം തന്നെ ഉള്ളത്. ഒരു ബ്ലാക്ക് ഔട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ സീസ്ഫയർ വയലേഷൻ വന്ന ഒരു പശ്ചാത്തലത്തിലാണ് സഞ്ചരിക്കുന്ന ട്രെയിനുകളിലടക്കം, പ്രത്യേകിച്ച് വന്ദേ ഭാരത് ട്രെയിനുകളിലടക്കം ഇപ്പോൾ ലൈറ്റ് അണച്ചുകൊണ്ട് ഇപ്പോൾ ജമ്മു ഭാഗത്തേക്ക്, ഞാൻ പോകുന്നത് ജമ്മു താവിയിലേക്കാണ്, ജമ്മു ഭാഗത്തേക്കുള്ള ട്രെയിനിലെ ലൈറ്റുകൾ അടക്കം അണച്ചുകൊണ്ട് ഒരു മുൻകരുതലിന്റെ ഭാഗമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ നിർദ്ദേശം വന്നത്. ആ നിർദ്ദേശത്തിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ജീവനക്കാരുണ്ട്. आप क्यों ये लाइट बंद कर दिया? अभी ये सीजफायर वायलेशन, ये इसके क्यों किया? ये लाइट सब बंद किया ना सर? अभी सीज फायर हुआ था ना, इसीलिए कर दिया हुआ है। कर दिया। वो हमसे मैसेज आया क्या? मैसेज तो नहीं आया सर हमारे पास, बट हमने जो न्यूज़ देखा, न्यूज़ के हिसाब से हम लोगों ने बंद करवाया। ये सब विंडो शीट्स भी अभी सर हमारे पास जो पायलट है ना गाड़ी के, उन्होंने बोला अभी कि आप सारे विंडो आप नीचे कर लो, शट डाउन कर लो विंडो, तो हमने शट डाउन कर लिया विंडो को और लाइट भी ऑफ कर दिया। हाँ, लाइट भी ऑफ कर दिया। ये कब तक होगा? ये उधमपुर तक ऐसे होगा क्या सर? ये कटरा तक रहेगा। कटरा तक लास्ट स्टेशन तक ऐसे चलेगा? जी सर। എന്തായാലും ഈ സ്റ്റേഷന്റെ അവസാന, ഈ ട്രെയിൻ യാത്ര ചെയ്യുന്ന അവസാന സ്റ്റേഷനായ കട്ര വരെ, അതായത് ജമ്മുതാവി കഴിഞ്ഞ് ഉധംപൂർ കഴിഞ്ഞ് ഈ വൈഷ്ണോദേവി ടെമ്പിൾ ഭാഗത്തുള്ള കട്ര സ്റ്റേഷൻ വരെ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ട്രെയിനിലെ ജീവനക്കാർ അറിയിച്ചിരിക്കുന്നത്. ട്രെയിൻ എഞ്ചിൻ ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണ് ഈ ലൈറ്റ് ഓഫ് ചെയ്യാനും ഒപ്പം തന്നെ വിൻഡോ ഷെയ്ഡുകൾ അടയ്ക്കാനും ഒരു നിർദ്ദേശം വന്നത്. എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യം, പ്രത്യേകിച്ചും സാധാരണഗതിയിൽ നമ്മുടെ വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ, പരസ്യ ബോർഡുകളൊക്കെ ലൈറ്റ് ഓഫ് ചെയ്യാനാണ് സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു ബ്ലാക്ക് ഔട്ട് സമയത്ത് നിർദ്ദേശം വരുന്നത്. പക്ഷേ സഞ്ചരിക്കുന്ന ട്രെയിനിനുള്ളതടക്കമുള്ള ലൈറ്റുകൾ അണയ്ക്കണം എന്നൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ദില്ലിയിൽ നിന്ന് ജമ്മു വഴി ഉധംപൂരിലേക്ക് പോകുന്ന, കട്രയിലേക്ക് പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിലെ ലൈറ്റുകൾ അടക്കം അണച്ചുകൊണ്ട് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്.